നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം ആനന്ദപൂരിതമാത്മം ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം നാഥ ആനന്ദപൂരിതമാത്മം ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയും ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്യുകയും ദൈവമനുഷ്യ ബന്ധത്തെ വീണ്ടെടുക്കുവാനായി മണ്ണിൽ അവതരിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും അണഞ്ഞിരിക്കുക. ദൈവം പുത്രനായിരുന്നിട്ടും സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവനായിരുന്നിട്ടും ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവമനുഷ്യ ബന്ധത്തെ വീണ്ടെടുക്കുവാനായി ഭൂമിയോളം താഴ്ന്നു കൊടുത്ത് നമ്മുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ സകല പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമുക്ക് തമ്പുരാനെ സമർപ്പിക്കാം. വിശുദ്ധമായ ഈ മണിക്കൂറുകളിൽ നമ്മെ തന്നെയും വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെയും ദൈവമനുഷ്യ ബന്ധത്തെയും വീണ്ടെടുക്കുവാനാണ് അങ്ങേ മണ്ണിലേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങളുടെ സ്നേഹബന്ധങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ മുഴുവൻ ഞങ്ങൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ഞങ്ങളുടെ വിശുദ്ധമായ ബന്ധങ്ങളെയാണ്. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധങ്ങളെ തിരികെ പിടിക്കുവാൻ, ഉള്ള ബന്ധങ്ങളെ ഊട്ടിറപ്പിക്കുവാനുള്ള കൃപകളും വരങ്ങളും നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ.
33 വർഷം ക്രിസ്തു ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങി. പറഞ്ഞതിലും പഠിപ്പിച്ചതിലും വെളിപ്പെടുത്തിയതിലുമൊക്കെ സ്നേഹത്തിൽ നമ്മൾ ഒന്നാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചുപിടിക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു. ഊട്ടിയുറപ്പിക്കേണ്ട ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പരം ബന്ധത്തിൻ്റെയും ആശയങ്ങളാണ്. ഈ സുവിശേഷം മുഴുവൻ പറഞ്ഞു വെക്കുന്നത് ബന്ധങ്ങളുടെ കഥയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ബന്ധുക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ്. വംശാവലി. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം അവസാനിപ്പിക്കുന്നത് ക്രിസ്തുവും തൻ്റെ വത്സല ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. ഈ സുവിശേഷം മുഴുവൻ ബന്ധങ്ങളുടെ കഥയാണ്. ദൈവം വന്ന് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇടങ്ങൾ പോലും 2-3 പേർ ഒരുമിച്ച് കൂടുന്ന ബന്ധങ്ങളുടെ ഇടങ്ങളാണല്ലോ. എവിടെയെല്ലാം ബന്ധങ്ങൾ തകർക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം ബന്ധങ്ങളുടെ കണ്ണികൾ വിച്ഛേദിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം സ്നേഹബന്ധങ്ങൾ ഇല്ലാണ്ടാവുന്നുവോ, അവിടെയെല്ലാം ക്രിസ്തു സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ എവിടെയെല്ലാം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നുവോ, ബന്ധങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നുവോ, ബന്ധങ്ങളുടെ കണ്ണികൾ വിളക്കി ചേർക്കപ്പെടുന്നുവോ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ വീണ്ടെടുക്കുവാൻ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുവോ, അവിടെയൊക്കെ ക്രിസ്തു സാന്നിധ്യമുണ്ട്, ക്രിസ്തുവുണ്ട്. എവിടെയെല്ലാമാ ക്രിസ്തു വന്ന് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഇടങ്ങള്, ക്രിസ്തു വസിക്കുന്ന ഇടങ്ങള് എവിടെയെല്ലാമാ? കുറവുകൾ ഏറെ ഉണ്ടെങ്കിലും പരിഭവങ്ങളില്ലാണ്ട് തൻ്റെ ഹൃദയത്തോട് തൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഹൃദയത്തിലാണ്. തൻ്റെ ഭർത്താവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു ഭാര്യയുടെ മനസ്സിലാണ്. പകലന്തിയോളം തൻ്റെ കുടുംബത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെയൊക്കെ പാവപ്പെട്ട അപ്പന്മാരുടെ തഴമ്പിച്ച കരങ്ങളില്ല. ഒരു ദിനം മുഴുവൻ നമ്മുടെ എല്ലാം ഭവനങ്ങളുടെ അടുക്കളകളിൽ ഉരുകിത്തീരുന്ന, തേഞ്ഞുതീരുന്ന, പുകഞ്ഞുതീരുന്ന നമ്മുടെ പാവപ്പെട്ട അമ്മമാരുടെ മുഖങ്ങളിൽ വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിലേക്ക് തങ്ങളുടെ വൃദ്ധമാതാപിതാക്കളെ തള്ളിവിടാണ്ട് അവരെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മക്കളുടെ ഹൃദയത്തിലാണ്. തങ്ങളുടെ ഇളയത്തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിക്കുവാനായി അവർക്ക് വേണ്ടി രാപ്പകലില്ലാണ്ട് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയും സഹോദരന്മാരുടെ ഹൃദയത്തിലാണ്, അവരുടെ അധ്വാനത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. ക്രിസ്തു വന്ന് വസിക്കുന്ന വിശുദ്ധമായ ഇടങ്ങളാണ് ഇവയെല്ലാം. ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതം മുഴുവൻ പരസ്പര സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കഥയാണ്. ഇടർച്ചകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട് അവരുടെ ജീവിതത്തിൽ. ബലഹീനതയുടെ നിമിഷത്തിൽ ഒരുവൻ തള്ളിപ്പറയുന്നുണ്ട്, മറ്റൊരുവൻ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്തു അവരെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്നു. കുറ്റപ്പെടുത്തലുകളില്ല, വിമർശനങ്ങളില്ല, ഒഴിവാക്കലുകളില്ല. സ്നേഹമെന്ന് മാത്രം മന്ത്രിക്കുകയാണ് ക്രിസ്തു ചെയ്യുക. ആഘോഷങ്ങൾ പങ്കെടുക്കുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ ഒരുപാട് തവണ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ ക്രിസ്തു പങ്കെടുത്ത ആഘോഷങ്ങൾ മുഴുവൻ ബന്ധങ്ങളുടെ ആഘോഷങ്ങളായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നില് പങ്കെടുക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 2 ഭവനങ്ങള് ഒന്നു ചേർന്നതിൻ്റെ ആഘോഷമായിരുന്നു അത്. ആഘോഷത്തിന്റെ ഭംഗി കെടുത്തും വിധം അവിടെ വീഞ്ഞു നിറഞ്ഞു പോകുന്നു. ബന്ധങ്ങളുടെ കുറവിനെ നിറവാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം നടത്തുക. 2 ഭവനങ്ങൾ ഒന്നു ചേർന്നതിൻ്റെ ആഘോഷം, പരസ്പര സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആഘോഷത്തിലെ കുറവ് നികർത്തുവാനാണ് ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം പോലും ചെയ്യുന്നത്. സക്കീവൂസിന്റെ ഭവനത്തിൽ വിരുന്നിരിക്കുന്ന ക്രിസ്തുവിന് നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടെ വെച്ചാണ് സക്കീവൂസ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു കൊള്ളാമെന്ന് തമ്പുരാന് വാക്ക് കൊടുത്തത്.
ആരുടെയുമെങ്കിലുമൊക്കെ വക വഞ്ചിച്ചെടുത്ത് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളുടെ കണ്ണികൾ താൻ ഉരുക്കി ചേർത്ത് കൊള്ളാമെന്ന് സക്കീബൂസ് തമ്പുരാന് വാക്ക് കൊടുക്കുന്നു. ദൈവവുമായിട്ട് താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ബന്ധങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു കൊള്ളാം, നീതിപൂർവം വർദ്ധിച്ചു കൊള്ളാമെന്ന് ക്രിസ്തുവിന് വാക്ക് കൊടുക്കുന്നു. സക്കീബൂസിന്റെ ഭവനത്തിലെ വിരുന്ന് ഒരു ബന്ധത്തിന്റെ വീണ്ടെടുപ്പായിട്ട് പര്യവസാനിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉപമകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത് ബന്ധങ്ങളുടെ കഥയാണ്. ദൂർത്തപുത്രന്റെ ഉപമ നമുക്ക് വളരെ സുപരിചിതമാണ്. സ്വന്തം വീടും നാടും ബന്ധുമിത്രാദികളെയും സ്വന്തം പിതാവിനെ പോലും ഉപേക്ഷിച്ച് അവരുമായുള്ള സകല ബന്ധങ്ങളും നഷ്ടപ്പെടുത്തി വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു മകൻ. നാളുകൾക്ക് ശേഷം അവന് സുബോധമുണ്ടാവുന്നു, അവൻ മടങ്ങി വരുവാൻ തയ്യാറാവുന്നു. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുവാനാണ്, താൻ വേണ്ടെന്ന് വെച്ച് പടിയിറങ്ങിപ്പോയ ബന്ധങ്ങളിലേക്ക് തിരിച്ചു നടന്നു വരുവാനാണ് ഈ ദൂർത്തപുത്രൻ ആഗ്രഹിക്കുക, അവന് പരിശ്രമിക്കുക. എല്ലാം നഷ്ടപ്പെടുത്തി സകല ബന്ധങ്ങളും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോയ മകനെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ആ പിതാവിന്, ആ അപ്പന് നമ്മുടെ ദൈവത്തിൻ്റെ മുഖമാണ്, നമ്മുടെ ക്രിസ്തുവിൻ്റെ മുഖമാണ്. കുറവുകളേറെ ഉണ്ടെങ്കിലും ബലഹീനതകളേറെ ഉണ്ടെങ്കിലും സകല ബന്ധങ്ങളും, ദൈവവുമായിട്ടുള്ള ബന്ധം പോലും വേണ്ടെന്ന് വെച്ച് പടിയിറങ്ങിപ്പോയാലും നമ്മെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഈ സുവിശേഷം നമുക്ക് ഉറപ്പ് നൽകുന്നു. നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നോക്കാം. ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്ന, നമ്മുടെ മുൻപിൽ ആഗതമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ നമ്മുടെ പൊന്നു തമ്പുരാൻ, പരസ്പര സ്നേഹത്തെക്കുറിച്ചും പരസ്പര സ്നേഹബന്ധങ്ങളെക്കുറിച്ചും മാത്രമേ നമ്മുടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളൂ. നമ്മൾ പൊതുവെ പറയാറ് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നല്ലേ? അത് ശരി തന്നെയാണ് താനും. സുവിശേഷങ്ങൾ 4 അവ കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. വിശുദ്ധ കുർബാന പരസ്പര സ്നേഹത്തിന്റെ, പരസ്പര ബന്ധത്തിന്റെ അടയാളമാണ്. ദൈവമനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, നഷ്ടപ്പെടുത്തു പോയ ദൈവമനുഷ്യ ബന്ധത്തെ വീണ്ടെടുക്കുവാനായി ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇന്നും നമ്മുടെ മുൻപിൽ സന്നിഹിതനാവുന്നത് ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഗോതമ്പപ്പത്തിന്റെ രൂപത്തിലാണ്. അന്ത്യത്താഴവേളയിൽ മരണത്തിന്റെ മണമുള്ള ഒരു രാത്രിയിൽ ക്രിസ്തു സ്ഥാപിക്കപ്പെട്ട ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങൾ 3 വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ ശ്ലീഹ അന്ത്യത്താഴവേളയിൽ ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നതിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും പറയുന്നില്ല. സമാന്തര സുവിശേഷങ്ങൾ 3 ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പകരം പറയുന്നത് ക്രിസ്തു കാലുകൾ കഴുകിയെന്നാണ്, തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെന്ന. മരണത്തിന്റെ മണമുള്ള രാത്രിയിൽ, ക്രിസ്തു മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ആ രാത്രിയിൽ യോഹന്നാൻ ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യോഹന്നാൻ ശ്ലീഹ ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതേണ്ടതായിരുന്നു. എന്നിട്ടും അയാൾ അത് മറന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുക. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും രേഖപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടാവും ഇങ്ങനെ സംഭവിച്ചിരിക്കുക? നമുക്കറിയാം, ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ഉടൻ തന്നെ ആദിമസഭ നിലവിൽ വന്നു. പെട്ടെന്ന് തന്നെ അവരുടെ ഇടയിൽ പ്രചരണത്തിൽ വന്ന ഒന്നായിരുന്നു അപ്പമുറിക്കൽ ശുശ്രൂഷ. ഒരുമിച്ച് കൂടലുകളും അപ്പമുറിക്കലുമൊക്കെ അവരുടെ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായിട്ട് മാറി. എന്തിനാണ് തങ്ങൾ അപ്പം മുറിക്കുന്നത് എന്ന് പോലും അവർ ചിന്തിക്കാണ്ട് വന്നു, അവർക്കറിയാണ്ട് വന്നു. അപ്പമുറിക്കൽ വെറും ഒരു ആചാരമായിട്ട്, അനുഷ്ഠാനമായിട്ട് അധപതിച്ചു തുടങ്ങി. ആചാരങ്ങളെയും
അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിക്കുമ്പോഴും അവർ അർപ്പിച്ചുകൊണ്ടിരുന്നത് ആത്മാവില്ലാത്ത ബലികളായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സമൂഹത്തെ നോക്കി പൗലോസ്ലീഹ വളരെ കർശനമായിട്ട് ശാസിക്കുന്നതുമായിട്ടൊക്കെ നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ കാണുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ശാസനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ ആദിമസഭയെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എഴുതപ്പെടുക AD 40-50 കാലഘട്ടങ്ങളിലാണ്. അതായത് ക്രിസ്തു മരിച്ച് ഒരു 15, 20, 25 വർഷങ്ങൾക്കുള്ളിലാണ് ഇതൊക്കെ എഴുതപ്പെടുക. അപ്പോഴേക്കും അവരുടെ ഇടയിൽ കലഹങ്ങളുണ്ടായി. ആദിമസഭയില് അവരുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടായി. അവരുടെ ബന്ധത്തിന്റെ കണ്ണികൾ വേർവിട്ടു പോയി തുടങ്ങി. പരസ്പരം സമാധാനത്തിന്റെയും സഹവർത്തത്തിന്റെയും ഒക്കെ അന്തരീക്ഷങ്ങള് ഇല്ലാണ്ടായി. ഈ ഒരു അവസരത്തിലാണ് പൗലോസ്ലീഹ അവരെ കർശനമായിട്ട് ശാസിക്കുക. എന്തിന്റെ പേരിലാണ് പൗലോസ്ലീഹ അവരെ ശാസിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ ചെല്ലാൻ വിട്ടുപോയതിന്റെ പേരിലല്ല, എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യാൻ മറന്നുപോയതിന്റെ പേരിലല്ല, മറിച്ച് അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ കലഹങ്ങളുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിക്കാൻ പരിശ്രമിച്ചപ്പോഴും അവർ അർപ്പിച്ചുകൊണ്ടിരുന്നത് ആത്മാവില്ലാത്ത, പരസ്പരം സ്നേഹമില്ലാത്ത, പരസ്പര ബന്ധമില്ലാത്ത ബലികളായിരുന്നു എന്നതിന്റെ പേരിലാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ സ്ലീഹ തന്റെ സുവിശേഷം എഴുതുക. AD 90-100 കാലഘട്ടങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയൊക്കെ അവർക്ക് വളരെ സുപരിചിതമാണ്. ആദിമസഭയിൽ അത് ആവോളമുണ്ട്. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടു പോയതെന്തോ അതാണ് യോഹന്നാൻ സ്ലീഹ കൂട്ടിച്ചേർക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ടാവും സമാന്തര സുവിശേഷങ്ങൾ 3 ക്രിസ്തു അന്ത്യത്താഴവേളയിൽ അപ്പം മുറിച്ചു എന്ന് എഴുതി ചേർത്തപ്പോൾ യോഹന്നാൻ സ്ലീഹ പകരം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്ന് എഴുതി വെക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു പ്രഭാതത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നു. വികാരശം പറയുന്നു, ഇന്ന് കുർബാന വേണ്ട, പകരം കാല് കഴുകിയാൽ മതി. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് യോഹന്നാൻ സ്ലീഹ തന്റെ സുവിശേഷത്തിൽ എഴുതി വെക്കുക. സമാന്തര സുവിശേഷങ്ങൾ 3 പറയുന്നു ക്രിസ്തു അന്ത്യത്താഴവേളയിൽ മരണത്തിന്റെ മണമുള്ള രാത്രിയിൽ ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്ന. പക്ഷെ യോഹന്നാൻ സ്ലീഹ പറയും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെന്ന. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന സമം കാലു കഴുകൽ, പാദം കഴുകൽ എന്നിവരെ വരും കാര്യങ്ങൾ. അനുദിന ജീവിതത്തിലെ ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിലും ചോദ്യം ഇതാണ്: ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം ഇറ്റു വീഴുന്നുണ്ടോ? കാരുണ്യത്തിന്റെ ബലിയാണോ നമ്മൾ അർപ്പിക്കുന്നത്? സ്നേഹത്തിന്റെ ബലിയാണോ നമ്മൾ അർപ്പിക്കുന്നത്? ക്രിസ്തു വളരെ മനോഹരമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ച് പോയി അവനുമായി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് ബലിയർപ്പിക്കുവനെന്നോ. പരസ്പര ബന്ധത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. ക്രിസ്തു നമുക്ക് അനുഭവവേദ്യമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്, പരസ്പര സ്നേഹത്തിലാണ്, പരസ്പര ബന്ധത്തിലാണ്. ക്രിസ്തു വസിക്കുന്ന മനോഹരങ്ങളായ ഇടങ്ങൾ 2-3 പേർ ഒരുമിച്ച് കൂടുന്ന പരസ്പര ബന്ധത്തിൻ്റെ ഇടങ്ങളാണ്. അത് നമ്മുടെ ഭവനങ്ങളാണ്, നമ്മുടെ സൗഹൃദ വലയങ്ങളാണ്, നമ്മുടെ സ്നേഹം കൂട്ടായ്മകളാണ്, നമ്മുടെ ഇടവക സമൂഹങ്ങളാണ്, നാം ആയിരിക്കുന്ന ഇടങ്ങളാണ്. ക്രിസ്തുവിനെ ആവോളം അനുഭവിക്കുവാൻ, ക്രിസ്തു സാന്നിധ്യം ആവോളം അനുഭവിക്കുവാൻ നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് പുറകെ പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഉള്ള ബന്ധങ്ങളെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ കണ്ണികൾ വിളക്കി ചേർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവമനുഷ്യ ബന്ധത്തെ വീണ്ടെടുക്കുവാനായി മണ്ണിൽ അവതരിച്ച സ്നേഹനിധിയായ കാരുണ്യവാനായ ഈ നല്ല തമ്പുരാന്റെ മുൻപിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിലയേറിയ രത്നങ്ങൾ കണക്ക് നാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന
നമ്മുടെ വിശുദ്ധമായ ബന്ധങ്ങളെ തമ്പുരാന് മുമ്പിൽ സമർപ്പിക്കാം. തമ്പുരാനെ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ മുറുകെ പിടിക്കുവാൻ, ഉള്ള ബന്ധങ്ങളെ ഊട്ടുറപ്പിക്കുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിന്റെ സ്നേഹത്തിലണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നും നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ സ്നേഹത്തിലണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നും നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ വചനത്തിലണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നും നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ തിരിച്ചറിയുന്നു ബന്ധങ്ങളുടെ ഉത്സവമാണ് ഈ വിശുദ്ധ കുർബാന. നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നല്ല ബന്ധങ്ങളെ ഓർത്ത് ഞങ്ങളിന്ന് ദുഃഖിക്കുന്നുണ്ട്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ തെറ്റായ ചില തീരുമാനങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെട്ട ചില സംശയങ്ങളുടെ കണ്ണുകളുടെ പേരിൽ വളരെ വിലയേറിയ ഒരുപാട് വിശുദ്ധമായ ബന്ധങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. തമ്പുരാൻ, ആത്മാർത്ഥമായി ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. നഷ്ടപ്പെടുത്തി കളഞ്ഞ ഞങ്ങളുടെ ബന്ധങ്ങളെ ഓർത്ത്, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശുദ്ധമായ ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങൾക്ക് തിരികെ നൽകണമേ. വളരെ വിശിഷ്ടമായും ശ്രേഷ്ഠമായും ഞങ്ങൾ കാത്തുപരിപാലിക്കുന്ന ഞങ്ങൾ വിശുദ്ധമായ ബന്ധങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനെ, പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, ഒരുമയിൽ എന്നും അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമനുഷ്യ ബന്ധത്തെയും വീണ്ടെടുക്കുവാനായി മണ്ണിൽ അവതരിച്ച അങ്ങ് ഞങ്ങളെ അവിടുന്ന് ആസ്വദിക്കണമേ. ബന്ധങ്ങളെയും നഷ്ടപ്പെടുത്തി കളയാണ്ടിരിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയും വീണ്ടെടുക്കുവാൻ, ഉള്ള ബന്ധങ്ങളെയും ഊട്ടുറപ്പിക്കുവാനുള്ള കൃപകളും വരങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹദാതാവായ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ ആശീർവാദം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരാധന 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 ആരാധന. ഓ സ്നേഹമേ, ഓ ജീവനേ, ഓ സ്നേഹമേ,
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.